നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ എങ്ങനെയാണ് ഇനിയും പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കുറച്ച് 2-3 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. അത് പക്ഷെ നിങ്ങൾ എഫക്റ്റീവായിട്ട് കണ്ട് അതൊന്ന് പ്രാവർത്തികമാക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം പോയിന്റ്സ് മാത്രം പറഞ്ഞു നിർത്തുകയാണ്, ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. നമുക്കറിയാം, ഇതിന് കുറച്ച് ദിവസം മുൻപേ ഞാൻ ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഒരു അവസാന നിമിഷത്തിൽ ഇനിയും അതൊന്നും പറയുന്നില്ല. ഇന്ന് 1-ാം തീയതിയായി 21 ദിവസം കഴിയുമ്പോൾ 22-ാം തീയതി ഫസ്റ്റ് സ്റ്റേജിൽ ഏകദേശം 1,72,000 പേരോളം പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ സെക്കൻഡ് സ്റ്റേജിലും അത്രയും ആൾക്കാർ തന്നെയുണ്ട്. തേർഡ് സ്റ്റേജ് ഡിസംബറിലാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എഴുതാൻ പോകുന്നവർ ഉറപ്പായിട്ടും നിർഭാഗ്യവാന്മാർ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ സമയം ചുരുങ്ങുകയാണ്. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് നേച്ചർ ആയിരിക്കും, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആണോ, അതിലേക്കാളും ടഫാണോ സിമ്പിൾ ആണോ എന്നൊന്നും അറിയാതെയാണ് നമ്മളൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്നത്. എന്നാൽ ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് റിലേറ്റഡ് ഫാക്ട്സും അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ നിന്നും എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചതെന്നൊക്കെ കണ്ടിട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജ് തന്നെ കാണും എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിട്ടേക്കാം. ഈ 21 ദിവസം കൊണ്ട് സിലബസ് ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കത്തില്ല. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കണം മീൻസ് നോൺ GK പോർഷനിൽ നിന്നും 50% മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ 50% മാർക്ക് നമ്മൾ അവിടെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഈ 50-ൽ ഒരു 35 റേഞ്ചിലേക്ക് നമ്മൾ ഉയരുക എന്നുള്ളതാണ് നമ്മുടെ സേഫ് സോൺ എന്ന് പറയുന്നത്. അത് എപ്പോഴും ഒരു യാഥാർത്ഥ്യമായതുകൊണ്ട് അതിനെ ഒഴിവാക്കുന്നില്ല. കണക്കും ഇംഗ്ലീഷും മലയാളം ഈ ഒരു 3 സബ്ജക്ട്സ് ആയിട്ട് നമുക്ക് 50 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നല്ല ഒരു പോർഷൻ, ഈ 21 ദിവസത്തിലെ നല്ലൊരു പോർഷൻ, നിങ്ങളൊരു 5 മണിക്കൂർ പഠിക്കുന്നവരാണെങ്കിൽ 2 മണിക്കൂറെങ്കിലും ഈ 50% സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സബ്ജക്ട്സിന് മാറ്റിവെക്കുക. ബാക്കി 3 മണിക്കൂർ മാത്രം നിങ്ങൾ GK പോർഷനിലേക്ക് മാറ്റിവെക്കുക. 50% നമ്മൾ മാർക്കിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ 35% ഉറപ്പിക്കണമെങ്കിൽ ഇനി മിനിമം 6 മണിക്കൂർ പഠിക്കുന്ന ഒരാൾ 3 മണിക്കൂറെങ്കിലും ഈ ഒരു പോർഷനിലേക്ക് മാറ്റിവെക്കുക മീൻസ് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും കണക്കാണെങ്കിലും മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാംസ് കുറേ നടന്നിട്ടുണ്ട്. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ മാത്സും ഇംഗ്ലീഷും അതുപോലെ മലയാളം ഒക്കെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നോക്കുക. കുറച്ച് ടഫായിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ 2 മണിക്കൂർ, ഇപ്പോൾ 5 മണിക്കൂർ പഠിക്കുന്ന ഒരാളാണ് ദിവസത്തിലെങ്കിൽ 2 മണിക്കൂർ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഇനി അതല്ല, കുറച്ച് വീക്കായിട്ടുള്ള ആൾക്കാർ കാണുമല്ലോ കണക്കിനും ഇംഗ്ലീഷിനും ഒക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 3 മണിക്കൂർ വേണമെങ്കിലും ഈ സബ്ജക്ട്സിലേക്ക് മാറ്റിവെക്കുക. ബാക്കി അവൈലബിൾ ആയിട്ടുള്ള സമയമുണ്ടല്ലോ, ബാക്കി 2 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ നിങ്ങൾ GK പോർഷനിലേക്ക് മാറ്റിവെക്കുക. GK പോർഷനിലേക്ക് മാറ്റിവെക്കുമ്പോൾ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പം തന്നെ നിങ്ങൾ സിലബസ് എടുക്കുക. ഹാർഡ് കോപ്പി ഉള്ളവർ അതാണ് ഏറ്റവും നല്ലത്. എപ്പോഴും നമ്മൾ പറയാറുണ്ടായിരുന്നു, സിലബസ് കിട്ടിയാൽ ഉടനെ നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ഒരു പകർപ്പ് വേണം. അപ്പം അങ്ങനെ കോപ്പി ഉള്ളവർ അത് എടുക്കുക, അല്ലെങ്കിൽ ഫോണിൽ നിങ്ങൾ എടുത്ത് വെച്ച് നോക്കുക. അതിൻ്റെ ഇനി നാളത്തേക്ക് സമയം മാറ്റിവെക്കാൻ നമ്മുടെ മുമ്പിലില്ല. ഇപ്പം തന്നെ സിലബസ് എടുത്ത് വെച്ച് നോക്കിയതിന് ശേഷം സ്വന്തമായിട്ട് തന്നെ ആലോചിക്കുക, ഞാൻ ഏതൊക്കെ ഏരിയയിലാണ് സ്ട്രോങ് ആയിട്ട് അറ്റ് പ്രസൻറ്റ് നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ കുറേ നാളായിട്ട് പഠിച്ചു വരുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഹിസ്റ്ററി ആണോ, ജോഗ്രഫി ആണോ, എക്കണോമിക്സ് ആണോ, സിവിക്സ് ആണോ, ഏത് ഏരിയ ആണോ എനിക്ക് സ്ട്രോങ്? GK മാത്രമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷും മലയാളം മാത്സ് ആ ഒരു ഏരിയ ഞാനിപ്പോൾ പറയുന്നില്ല. അതിനകത്ത് ഞാൻ പറഞ്ഞു, വീക്കായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം നിങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യുക. അതല്ല, ഇപ്പം GKയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഏത് ഏരിയയിലാണോ സ്ട്രോങ് എന്ന്, അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസ് ആണ് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നത്, പറയുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് അറിയാവുന്നത്. ഈ കൃത്യമായിട്ട് അറിയാവുന്നത് എന്ന് പറയുന്നത് പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം, ഇപ്പോൾ വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോൾ വാട്ടർഷെഡ് മാനേജ്മെൻറ്റിൻ്റെ വർഷങ്ങളൊന്നുമല്ല PSC ചോദിക്കുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടുന്ന ചോദ്യത്തിനകത്ത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ കൃത്യമായ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് കോൺഫിഡൻ്റ് ആണ് എന്ന് പറയുകയാണെങ്കിൽ ഈ വർഷത്തെ വാട്ടർഷെഡ് മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന തീം വരെ നിങ്ങൾക്ക് അറിയണം.
അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു ഏരിയ എനിക്ക് സ്ട്രോങ് ആണ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ സിലബസ് എടുക്കുക, ഏത് മേഖലയൊക്കെയാണ് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത്, കൃത്യമായിട്ട് അറിയാവുന്നത് എന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി ഏതൊക്കെ മേഖലയാണ് എനിക്ക് ഒട്ടും അറിയാൻ വയ്യാത്തത്, സിലബസ് എടുത്ത് വെച്ചിട്ട് ഏതൊക്കെ മേഖലയാണ് ഞാൻ ഇപ്പോൾ ഇതുവരെ നോക്കിയിട്ടില്ലാത്തത്, എനിക്ക് ഒട്ടും അറിയാൻ വയ്യാത്തത് ഇന്ന ഇന്ന പോയിന്റ്സ് ആണ്, അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് ഇന്ന് രാത്രി തന്നെ എഴുതി മാറ്റി വെച്ചതിന് ശേഷം അതനുസരിച്ച് വേണം നിങ്ങൾ നാളെ മുതലുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഷുവറായിട്ടും പഠിച്ചിട്ടുള്ള ടോപ്പിക്സിന് നിങ്ങൾ ഇനിയും ചെയ്യേണ്ടത് ഒഴിവാക്കുകയല്ല. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കും ഇപ്പോൾ അറിയാവുന്നത്, എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അറിയാം, എന്നാൽ പിന്നെ ഒഴിവാക്കാനാണ് പറയുന്നത്. അങ്ങനെയല്ല, ഈ ഷുവറായിട്ട് അറിയാം അല്ലെങ്കിൽ ഒരു 75% അറിയാം എന്ന് പറയുന്ന ടോപ്പിക്സ് ഉണ്ടല്ലോ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന, ആ ടോപ്പിക്സിന് വേണ്ടിയിട്ട് നിങ്ങൾ നാളെ തൊട്ട് സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു പഠനത്തിൻ്റെ ടൈമിനകത്ത് ഒരു 3/4 മണിക്കൂറെങ്കിലും റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. മനസ്സിലാവുന്നുണ്ടോ? 6 hours ആണെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ നോൺ GK പോർഷനിലേക്ക് പോയി. ഇനി 3/4 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി നല്ലതായിട്ട് അറിയാവുന്ന ടോപ്പിക്സ് റിവിഷൻ നടത്താനായിട്ട് നിങ്ങൾ ചെലവഴിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുതിയ ടോപ്പിക്സ് എത്രത്തോളം നമുക്ക് പഠിച്ച് പരീക്ഷാ ഹാളിൽ പോയി പ്രസൻറ്റ് ചെയ്തെടുക്കും എന്നുള്ള കാര്യത്തിൽ കുറച്ച് സംശയമുണ്ട്. എന്നാൽ ഉറപ്പായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഉറപ്പിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് റിവിഷൻ നടത്തി പോയി കഴിഞ്ഞാൽ, അവിടെ ചെന്ന് കഴിയുമ്പം ഏത് രീതിയിലുള്ള ചോദ്യം സ്റ്റേറ്റ്മെൻറ്റ് വന്നാലും നമ്മളത് ആൻസർ ചെയ്തിരിക്കും. അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം പ്രയോജനം ചെയ്യണമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ റിവിഷൻ, റിപ്പീറ്റ് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്തേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെ കാര്യം എന്താണ്, ഇപ്പോൾ തന്നെ സിലബസിനകത്ത് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പോകുന്ന ഏതൊക്കെ ഏരിയ ആണെന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഒട്ടും പഠിക്കാത്തത് മാർക്ക് ചെയ്ത് വെക്കുക. ഏകദേശം ഒരു 75% എനിക്ക് അറിയാം, എങ്കിലും ചെറിയൊരു ഡൗട്ട് ഉണ്ട് എന്ന് തോന്നുന്ന പോർഷൻസ് മാർക്ക് ചെയ്ത് വെക്കുക. ഷുവറായിട്ടും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസ് നാളെ തൊട്ട് റിവിഷനിൽ ഉൾപ്പെടുത്തി 3/4 മണിക്കൂർ അതിൻ്റെ റിവിഷന് വേണ്ടിയിട്ടും പിന്നെ അത് വായിക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുക. ഒട്ടും അറിയാൻ വയ്യാത്ത ടോപ്പിക്സിന് വേണ്ടിയിട്ട് 1, 1.5, 2 മണിക്കൂർ മാക്സിമം നിങ്ങൾ ചിലവഴിക്കുക. നോൺ GK പോർഷൻസിലേക്ക് മാക്സിമം 6 മണിക്കൂർ പഠിക്കുന്ന ഒരാൾ 50% സമയം, അതായത് 3 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക. ഇനി ആ ഒരു ഏരിയ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 6 മണിക്കൂർ പഠിക്കുന്ന ഒരാൾ 2 മണിക്കൂർ അതിലേക്ക് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞതൊന്ന് ചെയ്തു നോക്കുക. എത്രത്തോളം കോൺഫിഡൻ്റ് ആവുന്നു, ചിലരൊക്കെ കോൺഫിഡൻസ് തകരുന്നതും കാണാം. തകർന്നത് കണ്ടിട്ട് നിങ്ങൾ വിട്ട് കളയരുത്, എനിക്ക് ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ വിട്ട് കളയരുത്. നമ്മളെ കൊണ്ട് പറ്റും. മാക്സിമം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എല്ലാവരും. ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. ഇതൊരു ക്വാളിഫയിങ് എക്സാം മാത്രമാണെന്ന് വിചാരിക്കുക. 60% എങ്ങനെയും നമ്മൾ സ്കോർ ചെയ്യുമെന്നുള്ള വിചാരത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ ഹെൽപ്പുകളോ വേണമെങ്കിൽ എന്നെ സമീപിക്കാം. അപ്പോൾ താഴെ ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമ്മളൊരു ക്രാഷ് കോഴ്സ് പോലെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടും മെയിൻസിന് വേണ്ടിയിട്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഡിഗ്രിയുടെ 10ാം ക്ലാസ്സിൻ്റെ +2ൻ്റെ എല്ലാവർക്കുമുള്ള ഹിസ്റ്ററിയുടെ കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ തീർത്തോണ്ട് വരുന്നുണ്ട്. കേരള ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും തീർത്തിട്ടുണ്ട്. അതുപോലെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പോർഷൻസ് സിവിക്സിൻ്റെയോ എക്കണോമിക്സിൻ്റെയോ ഒക്കെ 1-2 വീഡിയോ ആയിട്ട് നമ്മൾ ക്രാഷ് കോഴ്സ് പോലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ അത് കണ്ടു തുടങ്ങിയിട്ടില്ലാത്തവർ കാണുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെയും ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.